ഇന്ന് ചുട്ടെടുത്ത പെസഹ അപ്പത്തിൻ്റെയും പെസഹ പാലിൻ്റെയും റെസിപ്പിയാണ് കേട്ടോ. ആദ്യം തന്നെ പെസഹ അപ്പത്തിൻ്റെ റെസിപ്പി നോക്കാം. പലയിടത്തും പല രീതിയിലാണ് ഈ പെസഹ അപ്പം തയ്യാറാക്കുന്നത്. ചുട്ടെടുത്ത പെസഹ അപ്പമാണ് ഇന്ന് നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് പച്ചരി ഒരു 3 മണിക്കൂർ നേരമെങ്കിലും വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കുതിർത്തി എടുക്കണം. വെള്ളം നന്നായിട്ട് വാർത്ത് കളഞ്ഞ ശേഷം നമുക്കിത് പൊടിച്ചെടുക്കാനുള്ളതാണ്. 3/4 കപ്പാണ് കേട്ടോ ഞാൻ പച്ചരി എടുത്തിരിക്കുന്നത്. നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കണം, ഒത്തിരി തരികളൊന്നും ഇല്ലാതെ. ഇപ്പോൾ പൊടിച്ചെടുത്തത് നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അടുത്തത് നമുക്ക് വേണ്ടത് ഉഴുന്നാണ്. ഉഴുന്ന് ഞാനിവിടെ 3/4 ഗ്ലാസ് തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് തന്നെ ഇത് വറുത്തെടുക്കണം. അപ്പോൾ വറക്കുമ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് ഇത് വറക്കണം കേട്ടോ. എങ്കിൽ മാത്രമാണ് നമ്മുടെ ഉഴുന്ന് എല്ലായിടത്തും ഒരുപോലെ നമുക്ക് വറുത്ത് ഒരുപോലെ കളറൊക്കെ മാറി കിട്ടുള്ളൂ. ഇതുപോലെ വറുത്തെടുക്കണം. ഇത് നന്നായിട്ട് കഴുകിയെടുക്കാം. കഴുകിയെടുത്ത് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തിയെടുത്തിട്ട് ഇത് അരച്ചെടുക്കാം. 3/4 കപ്പ് ഉഴുന്നിന് ഏതാണ്ട് 1 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഒട്ടും തന്നെ തരിയില്ലാതെ ഇതുപോലെ തന്നെ അരച്ചെടുക്കണേ. അപ്പോൾ ഇതുകൂടെ നമ്മുടെ അരി പൊടിച്ചു വെച്ചതിലേക്ക് നമുക്ക് ചേർക്കാം. ഇനി നമുക്ക് കുറച്ച് ഉള്ളി വറുത്തെടുക്കണം. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ ഒരളവിന് ഒരു 25ഓളം കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞു കൊടുത്തത് നല്ല ബ്രൗൺ കളറാവുന്നത് വരെ വറുത്ത് കോരി മാറ്റാം. ഇത് തേങ്ങാക്കൊത്ത് ഒരു പിടി എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞത് ആ എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുത്ത് അതും വറുത്ത് കോരാം. ഒരു 2-3 തണ്ട് കറിവേപ്പില കൂടെ വറുത്ത് കോരി മാറ്റി വയ്ക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ വറുത്ത് കോരി മാറ്റിയതെല്ലാം ഇതിലേക്ക് ചേർക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് തേങ്ങാക്കൊത്തും കുറച്ച് ഉള്ളി വറുത്തതും ഒന്ന് മാറ്റി വയ്ക്കുക. നമ്മൾ ആ അപ്പം ചുടുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ഒരു ഭംഗിക്കായിട്ട് നമുക്ക് കുറച്ച് മുകളിൽ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഏതാണ്ട് ഒരു 3/4 സ്പൂണിൻ്റെ താഴെ ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങയും നല്ല ജീരകവും കൂടെ ചതച്ച് ചേർക്കണം കേട്ടോ. ചിലടത്ത് കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും കൂടെ ഇത് ചതയ്ക്കുന്നതിൻ്റെ കൂടെ ചേർക്കാറുണ്ട്. 1/2 കപ്പാണ് തേങ്ങ എടുത്തിരിക്കുന്നത്, 1 സ്പൂൺ നല്ല ജീരകവും. ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. ഒട്ടും വെള്ളം കൂടി പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമുക്ക് നല്ല കട്ടിയിൽ തന്നെ വേണം ഈ മാവിരിക്കാൻ. ഈ ഒരു കട്ടിയിൽ വേണം മാവിരിക്കാൻ. ഇനി ഇത് നമ്മൾ പാനിൽ ഒഴിച്ചു കൊടുത്ത് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് കൈകൊണ്ട് തന്നെ ഇതുപോലെ കുറേശ്ശെ ഒഴിച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്ക് പരത്തിയെടുക്കാം. കുറച്ച് കട്ടിയിൽ തന്നെ പരത്തിയെടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ നമ്മളിത് തിരിച്ചിടുന്ന സമയത്ത് പൊട്ടിപ്പോവും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ കുറച്ച് ഉള്ളിയും തേങ്ങ വറുത്തതൊക്കെ കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചുടുന്ന സമയത്ത് നമ്മൾ പെസഹയ്ക്ക് ഇത് ചുടുമ്പോൾ നമ്മൾ കുരുത്തോല, വെഞ്ചിരിച്ച കുരുത്തോല കൂടെ ഇതിൻ്റെ മുകളിൽ വെക്കാറുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് ചുട്ടെടുക്കണം. ഇതൊന്ന് വെന്ത് തുടങ്ങുന്ന സമയത്ത് നമുക്ക് മുകളിൽ കുറച്ച് എണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 15 മിനിറ്റോളം എടുക്കും നമ്മുടെ ഒരു സൈഡ് വെന്ത് കിട്ടാൻ. നമ്മൾ അത്യാവശ്യം കട്ടിയിലല്ലേ ഇത് പരത്തിയെടുക്കുന്നത്. നമ്മൾ മറിച്ചിട്ട ശേഷവും സൈഡിൽ കൂടെ കുറച്ച് എണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കണേ. ഇനി ഏകദേശം ഒരു 10-15 മിനിറ്റോളം തന്നെ എടുക്കും. ഇപ്പോൾ നമ്മുടെ അപ്പം 2 സൈഡും വെന്തിട്ടുണ്ട്. പെസഹ അപ്പം ആവിയിൽ വേവിച്ചതുകൊണ്ട് കഴിഞ്ഞ വർഷം നമ്മൾ ഇതിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മുകളിൽ വരുന്ന ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ കിട്ടും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പെസഹ പാലിൻ്റെ വീഡിയോയിലേക്ക് പോകാം. പെസഹ പാൽ ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് ചെയ്യുക. ഇത് ഞങ്ങളൊക്കെ ചെയ്യുന്ന ഒരു രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് തേങ്ങാപ്പാൽ എടുത്ത് മാറ്റി വയ്ക്കാം. വലിയൊരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പറയുന്ന ഈ ഒരു അളവിന് ഉണ്ടാക്കിയാൽ ഏതാണ്ട് ഒരു 4-5 പേർക്ക് കഴിക്കാനുള്ള പാല് കാണും. ഈ തേങ്ങ ചിരകി 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 1-ാം പാലും 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 2-ാം പാലും എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. 1/2 കപ്പ് ശർക്കര എടുക്കാം കേട്ടോ. ഈ 1/2 കപ്പ് ശർക്കരയിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച ശേഷം അതൊന്ന് അരിച്ചെടുക്കണം. ആ സമയം കൊണ്ട് നമുക്കതിൽ ചേർക്കാനായിട്ട് കുറച്ച് നല്ല ജീരകവും ചുക്കും ഏലക്കയും കൂടെ പൊടിച്ചെടുക്കാം. കുറച്ച് പഞ്ചസാര ചേർത്ത് പൊടിക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട് കേട്ടോ. ഇത് മുഴുവനും നമുക്ക് വേണ്ട, ഇതിൽ നിന്ന് 1 സ്പൂൺ മതി. പൊടിക്കാൻ എളുപ്പത്തിന് ഞാൻ ഈ ഒരു അളവിൽ എടുത്തൂന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ ഉരുക്കി അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണാണ് കേട്ടോ അരിപ്പൊടി ചേർക്കുന്നത്. ഈ അരിപ്പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം വേണം നമ്മൾ സ്റ്റൗ ഓണാക്കാനായിട്ട്. ഒട്ടും കട്ടയില്ലാതെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം നന്നായിട്ട് തന്നെ കുറുക്കിയെടുക്കണം. ഇതുപോലെ നമുക്ക് കുറുക്ക് പോലെ ആയി കിട്ടും. അപ്പോൾ ആ അരിപ്പൊടിയുടെ ആ പച്ച ചുവയെല്ലാം ഒന്നങ്ങ് മാറി കിട്ടും കേട്ടോ. കണ്ടോ, ഇതുപോലെ ആക്കിയ ശേഷം ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2-ാം പാല്, 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് എടുത്തു വെച്ചിരിക്കുന്ന 2-ാം പാല് ചേർക്കാം. 2-ാം പാല് ചേർത്ത ശേഷവും ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് വേണം നമ്മളിത് കുറുക്കിയെടുക്കാൻ. പാല് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ടൊരു 2-3 മിനിറ്റ് നേരം തന്നെ ഒന്ന് കുറുക്കിയെടുക്കണം. ഏകദേശം ഒരു 3 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ പാല് ഇതുപോലെ കുറച്ചൊന്ന് കുറുകി വരും. ഇനി നമുക്കിതിലേക്ക് 1-ാം പാല് ചേർക്കാം. 1-ാം പാല് ചേർത്തിട്ട് പിന്നെ തിളപ്പിക്കണ്ട കേട്ടോ. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ ആദ്യം പൊടിച്ചു വെച്ചിരിക്കുന്ന ചുക്കും ജീരകവും ഏലക്കയും കൂടെ പൊടിച്ചു വെച്ചതിൽ നിന്ന് ഒരു 3/4 സ്പൂണോളം ചേർത്ത് കൊടുക്കാം കേട്ടോ.
ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം അങ്ങ് അടച്ചു വെച്ചാൽ മതി. അതിൻ്റെ ഫ്ലേവറൊക്കെ നമുക്ക് പാലിലേക്ക് നന്നായിട്ട് ഇറങ്ങി കിട്ടിക്കോളും. അപ്പോൾ ഇത്രേ ഉള്ളൂ പെസഹ പാൽ റെഡിയാക്കാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും പെസഹ തിരുനാളിൻ്റെയും ഈസ്റ്ററിൻ്റെയും മംഗളങ്ങൾ നേരുന്നു. പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്